കല്ലേലി താഴത്തെ സുലോചന കുളിമുറിയിൽ തെന്നി വീണ് ഇടുപ്പല്ല് പൊട്ടിയെന്ന വാർത്ത വളരെ വ്യസനത്തോടുകൂടിയായിരുന്നു ഞങ്ങളെല്ലാവരും കേട്ടത്. അത് മുമ്പെങ്ങും തോന്നാത്ത വിധത്തിലുള്ള ഒരു പിരിമുറക്കമായിരുന്നു എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. ജീവിതത്തിൽ ഇത്ര കാലവും യാതൊരു വിശ്രമവുമില്ലാതെ ഓടി നടന്ന് ജോലികൾ ചെയ്തിരുന്ന സുലോചന പെട്ടെന്നൊരു ദിവസം നിശ്ചലമായി പോയ തൻ്റെ കാലുകളോട് യുദ്ധം ചെയ്യുന്നത് എങ്ങനെയായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ഗൂഢമായ ആകാംക്ഷ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞങ്ങളുടെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു തറവാടായിരുന്നു കല്ലേലി താഴത്ത് വീട്. മണിമലയാറിന്റെ തീരത്ത് വിശാലമായ ഒരു പറമ്പും അതിനോട് ചേർന്ന് ഒരു ഇടത്തരം വീടും അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു. അവിടുത്തെ രാഘവൻ നായർ നാട്ടിലെ പൊതുകാര്യ പ്രസക്തനും സർവസമ്മതനും ആയിരുന്നു. എപ്പോഴും ഖദർ മാത്രം ധരിച്ചിരുന്ന അദ്ദേഹം വാക്കിലും നോക്കിലും ഒരു തികഞ്ഞ മാന്യൻ തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഇളയ മകനായ മാധവൻ നായർ ചെറുപ്പം മുതലേ പഠനത്തിൽ ഒരൽപ്പം പിന്നോക്കം ആയിരുന്നതിനാലാവണം പുഴയ്ക്ക് അക്കരെ മെയിൻ റോഡിനോട് ചേർന്ന സ്ഥലത്ത് അയാൾക്ക് ഒരു പലചരക്ക് കട രാഘവൻ നായർ വളരെ നേരത്തെ തന്നെ ഏർപ്പാടാക്കി കൊടുത്തത്. തൻ്റെ 18ാമത്തെ വയസ്സിൽ മാധവൻ നായരുടെ ഭാര്യയായി ഞങ്ങളുടെ നാട്ടിലെത്തിയതായിരുന്നു കരിവീറ്റിയുടെ നിറമുള്ള കല്ലിശ്ശേരിക്കാരി സുലോചന എന്ന സുലു. ആകാരത്തിലും പ്രകാരത്തിലും ഈ ദമ്പതികൾ തമ്മിൽ ഇരുളും വെളിച്ചവും പോലെയുള്ള അന്തരമുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ നാട്ടിലെ ആദർശ ദമ്പതികളായി അവർ ഏകദേശം 32 വർഷത്തോളം ജീവിച്ചു. പലപ്പോഴും സുലോചനയുടെ സൗന്ദര്യക്കുറവ് നാട്ടുകാരായ ഞങ്ങൾക്കൊക്കെ ഒരു പ്രശ്നം തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് യാത്ര പോകുമ്പോഴൊക്കെ പലരും ചോദിക്കാറുണ്ട്, മാധവൻ നായർ പെണ്ണ് കാണാതെയാണോ വിവാഹം കഴിച്ചത്? അപ്പോൾ അയാൾ ഒരു പുഞ്ചിരിയോടെ ചോദിക്കും, എന്തേ? അല്ല, ഇയാൾക്ക് തൂവെള്ള നിറം, എന്നാൽ അവർക്കോ കരിവീട്ടിയുടെ കറുപ്പ്. അപ്പോൾ തൻ്റെ സ്വതസിദ്ധമായ രീതിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് മാധവൻ നായർ പറയും, നിങ്ങളുടെ കണ്ണ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എൻ്റെ കണ്ണുകൊണ്ട് അവളെ ഒന്ന് നോക്കൂ. ഒരു ദേവിയെ പോലെ മനോഹരിയാണ് എൻ്റെ സുലുവെന്ന് അപ്പോൾ മനസ്സിലാവും. മാധവൻ നായരുടെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള ഇത്തരം മറുപടി കേൾക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്നവർ അക്ഷരാർത്ഥത്തിൽ അബദ്ധരായി പോവുകയാണ് പതിവ്. നിറത്തിലോ രൂപത്തിലോ കാണാൻ കഴിയാത്ത മറ്റൊരു സൗന്ദര്യം സുലോചനയ്ക്കുണ്ടെന്ന് പോകെ ഞങ്ങളുടെ നാട്ടിലുള്ളവരെല്ലാം സമ്മതിച്ചു. കുലീനത്വം തുളുമ്പുന്ന അവരുടെ മുഖവും പെരുമാറ്റത്തിലെ മിതത്വവും ഒക്കെ അവർ തൻ്റെ ജീവിതത്തിൽ പുലർത്തിയ ഉന്നതമായ ജീവിത മൂല്യങ്ങളെ സദാ പ്രതിഫലിപ്പിച്ചുകൊണ്ടിരുന്നു. ആദ്യമൊക്കെ മാധവൻ നായരുടെ പിറകിലായി തല കുനിച്ചു പിടിച്ച് അല്പം പരുങ്ങലോടെ നടന്ന സുലു പതുക്കെ തല ഉയർത്തിപ്പിടിച്ച് അയാളോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ട് ഏട്ടാ എന്ന് വിളിച്ചപ്പോൾ വീണ്ടും ഞങ്ങളുടെ നാട്ടുകാർ അടക്കം പറഞ്ഞു, തലയുടെ മന്ത്രത്തിന്റെ ഒരു ശക്തി നോക്കൂ. നമ്മുടെ മാധവൻ നായർ അനുസരണയുള്ള ഒരു ആട്ടിൻകുട്ടിയായി മാറിയത് എത്ര പെട്ടെന്നാണ്. തങ്ങളെ ഒളിഞ്ഞും തെളിഞ്ഞും കളിയാക്കിയവർക്കൊന്നും യാതൊരു മറുപടിയും നൽകാതെ മാധവൻ നായരും സുലോചനയും അവരുടെ കച്ചവടവും മറ്റ് ചില്ലറ ജോലികളുമായി ഇത്ര കാലവും ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജീവിച്ചു. മഴ തകർത്ത് പെയ്യുന്ന കർക്കിടക പുലർകാലങ്ങളും നേർത്ത മഞ്ഞിന്റെ ആവരണമുള്ള മകരമാസ പ്രഭാതങ്ങളും അതുവരെ അവരുടെ ജീവിതത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാക്കിയതേയില്ല. പ്രതികൂല കാലാവസ്ഥകളോട് പോലും അവർ എപ്പോഴും പുലർത്തിയിരുന്ന നിർമ്മമത അവരുടെ കാലടികൾക്ക് കൂടുതൽ ഉറപ്പും ബലവും നൽകിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടുകാര്യങ്ങളും കടയുടെ ചുമതലകളും എല്ലാം ഒരേ താളത്തിൽ പോയിക്കൊണ്ടിരിക്കവെയായിരുന്നു ഒരു സുപ്രഭാതത്തിൽ സുലോചന കാൽ വഴുതി വീണതും പിന്നീട് കിടപ്പിലായതും. ആ വീട്ടിൽ അവർക്ക് സഹായത്തിനായി മറ്റാരും തന്നെ ഇല്ലാത്തതുകൊണ്ട് സുലുവിന്റെ ഭക്ഷണവും മറ്റ് പരിപാലനവും ഒക്കെ ചെയ്യാനുള്ള ഉത്തരവാദിത്വം മാധവൻ നായരിൽ മാത്രം നിക്ഷിപ്തമായി. അയാൾ ഒരു പാവത്താനും ശുദ്ധമനസ്കനും ഒക്കെ ആയതുകൊണ്ട് സുലോചനയെ നന്നായി നോക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അവരെയും കൊണ്ട് അയാൾ ആശുപത്രികൾ പലതും കയറി ഇറങ്ങിയെങ്കിലും തകർന്നുപോയ ഇടുപ്പല്ല് മാറ്റി പകരം ഉറപ്പുള്ള സ്റ്റീൽ കമ്പി ഇടാനുള്ള ശ്രമങ്ങളൊന്നും ഫലവത്തായില്ല. ഒരു ഓപ്പറേഷൻ നടത്താനുള്ള ആരോഗ്യമൊന്നും അവർക്കില്ലെന്ന് പരിശോധിച്ച ഡോക്ടർമാരെല്ലാം വിധി എഴുതിയോടുകൂടി സുലോചന കൂടുതൽ അവശയായി മാറുകയായിരുന്നു. എത്ര കാലം കിടന്നാലും അവരെ മാധവൻ പൊന്നുപോലെ നോക്കുമല്ലോ എന്ന് ഞങ്ങൾ എല്ലാവരും പരസ്പരം പറയുമായിരുന്നു.
ഒരുപാട് വർഷങ്ങൾ പരസ്പരം താങ്ങും തണലുമായി നിന്നതിൻ്റെ നനവൂറുന്ന ഓർമ്മകൾ അവരുടെ സ്നേഹത്തെ കൂടുതൽ ശുദ്ധീകരിക്കുമെന്ന് എൻ്റെ മനസ്സ് നിരന്തരം എന്നോട് തർക്കിച്ചുകൊണ്ടിരുന്നു. പലപ്പോഴും രോഗാവസ്ഥയോട് പൊരുത്തപ്പെടാൻ കഴിയാതെ സുലു ഉറക്ക കരയുന്നത് വേലിയിറമ്പിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് സന്തോഷം തോന്നിക്കുന്ന എന്തെങ്കിലുമൊക്കെ പഴയ കഥകൾ അന്യോന്യം മിണ്ടിയും പറഞ്ഞു ഇരിക്കാം എന്ന് കരുതിയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നത്. കണ്ണുകളിൽ ശൂന്യത നിറച്ചുവെച്ച് ഓജസ്സും തേജസ്സും നഷ്ടപ്പെട്ട ഒരു പുതിയ സുലോചനയാണ് എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. മൂത്രത്തിന്റെ രൂക്ഷഗന്ധം തങ്ങി നിന്ന ഉൾമുറികളിലൊന്നിൽ നിരാലംബയെപ്പോലെ കിടന്ന സ്ത്രീരൂപം സുലോചനയുടേതായിരുന്നു എന്ന് സങ്കല്പിക്കാൻ പോലും എനിക്കാവുമായിരുന്നില്ല. എല്ലുന്തിയ ആ ശരീരത്തിൽ എൻ്റെ വേദനകളും ക്ലേശങ്ങളും ഒറ്റ നോട്ടത്തിൽ തന്നെ ആർക്കും മനസ്സിലാവുമായിരുന്നു. കുറച്ചധിക സമയം അവിടെ ഇരുന്നിട്ട് തിരിച്ചു പോരുമ്പോൾ എൻ്റെ മൊബൈൽ ഫോൺ അവരുടെ മുറിയിൽ വെച്ച് മറന്നിരുന്നു. അവിടെ നിന്നും ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അക്കാര്യം ഞാൻ ഓർത്തത് തന്നെ. മറന്നു വെച്ച ഫോൺ എടുക്കാനായി തിരിച്ചു കയറിയ എനിക്ക് അവിടെ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പോലും ആവുമായിരുന്നില്ല. വേദന കൊണ്ട് അലറിക്കരയുന്ന സുലോചനയോട് മിണ്ടരുതെന്ന് ശാസിച്ചുകൊണ്ട് നാവിൽ മുളകുപൊടി വാരിയിടുന്ന മാധവൻ നായരുടെ പുതിയ മുഖം എനിക്ക് തീർത്തും അപരിചിതമായിരുന്നു. ഓടിച്ചെന്ന എനിക്ക് നേരെ തുറിച്ച കണ്ണുകളുമായി സുലോചന തളർന്നു കിടന്നു. പിന്നെ കടവായിൽ നിന്നും ഒലിച്ചിറങ്ങിയ മുളകുപൊടിയുടെ രക്തച്ചുവപ്പിൽ നാവ് കുഴഞ്ഞ് മിണ്ടാനാവാതെ കിടന്ന സുലുവിനെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ മുണ്ടിൻ തുമ്പ് മടക്കി കുത്തിക്കൊണ്ട് പുറത്തേക്കിറങ്ങിയ മാധവൻ നായർ ഇരയുടെ മേൽ വിജയം സ്ഥാപിച്ചെടുത്ത ഒരു വേട്ടക്കാരന്റെ ഓർമ്മപ്പെടുത്തലാണ് എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചത്. നമുക്ക് ചുറ്റുമുള്ള ഓരോ മനുഷ്യരുടെ ഉള്ളിലും ക്രൂരതയും നിസ്സഹായതയും കോപവും മൗഢ്യവും ഒക്കെ ഒളിപ്പിച്ചു വെച്ച എത്രയോ അനേകം മുഖങ്ങൾ ഉണ്ടെന്നും അനുകൂല സാഹചര്യം വരുമ്പോൾ മാത്രം അവയിൽ ചിലതെങ്കിലും പുറത്തു വരുമെന്നുള്ള പുതിയ തിരിച്ചറിവിന്റെ ഭാരം എന്നെ പിന്നെയും ഭയപ്പെടുത്തിയെങ്കിലും നിരാലംബയായ സുലുവിനെ അവിടെ ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അവരുടെ വായ നനഞ്ഞ തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കിയ ശേഷം അടുക്കള ഷെൽഫിൽ നിന്നും കണ്ടെടുത്ത പഞ്ചസാര ഡെപ്പി തുറന്ന് നാവിൽ പഞ്ചസാരത്തരികൾ ഇട്ടുകൊടുക്കുമ്പോൾ ഉള്ളിലെ സങ്കടത്തെയും കോപത്തെയും മറികടന്നുകൊണ്ട് ഭയത്തിന്റെ കരിമേഘ പടലങ്ങൾ വീണ്ടും എനിക്ക് ചുറ്റും നിറയുന്നതും എവിടെയോ പതിയിരിക്കുന്ന വേട്ടക്കാരന്റെ കൂരമ്പുകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ഒരു ഇര മാത്രമായി ഞാനും അധികം താമസിയാതെ മാറുമെന്നുള്ള തിരിച്ചറിവിൽ ഒരു രക്ഷകന്റെ വരവിനായി സുലുവിനൊപ്പം ഞാനും കാത്തുകിടന്നു.